അതെ പോകുന്ന വഴി നീ എന്നെ ജംഗ്ഷനിൽ നടക്കണം കേട്ടോ. ഒരു തുണിക്കടക്കാരൻ അമ്മയ്ക്ക് ഒരു നേരിയത് വാങ്ങിക്കണം. എന്താ വിശേഷം? ഒന്നുമില്ല, നമ്മുടെ പിറന്നാളാ. ആണോ? വലിയ ആഘോഷമാണോ? ഒന്നുമില്ലാന്ന് സാധാരണ ഉള്ളത് തന്നെയാണ്. പിന്നെ ആ കൊച്ചിനെന്തേലും വാങ്ങിക്കണം. തക്കളിക്കാം. തക്കളി എന്നാ ഉച്ചക്കേട് പോവാ കേട്ടോ. വീട്ടിലേക്കാ? അത് ശരി. ആ വീട്ടിൽ കൂടാം. വരുന്ന വഴി ഒരു ഫുള്ളും വാങ്ങിച്ചോ. ഫുള്ളാ? ആ പിന്നെന്താ സാധനം ഞാൻ കൊണ്ടുവരാ. ഈ ജമന്തി പ്രശ്നം ഉണ്ടാക്കുമോ? എന്ത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് കാണാതെ വെച്ചാൽ പോരെ. മാത്രമല്ല അമ്മായും വരുന്നുണ്ട്. അയാൾക്ക് എന്തായാലും ചുണ്ട് നനയ്ക്കാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു വേറെ പറ്റാവും. അത് ഞാൻ സാധനം എത്തിക്കാം. ഒരു കാലത്ത് തീരദേശം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു. അപ്പോൾ തീരദേശം എന്നർത്ഥം വരുന്ന ആളം ചേർത്ത് ചേലമായി, അത് കേരളമായി മാറി. മറ്റൊന്ന് കേരം നിറഞ്ഞ നാട് കേരളമായി എന്ന് പറയുന്നു. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഒരു 10 വയസ്സ് കുടുംബത്തും ഉണ്ടോ? അയ്യോ അതല്ലമ്മേ, കേരളം എന്ന അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അമ്മയുടെ സന്താനങ്ങളെല്ലാം മലയാള ഭാഷയെ സ്നേഹിക്കണം, എന്തെല്ലാം ഭാഷ പഠിച്ചാലും മാതൃഭാഷ മലയാളമാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ. മനസ്സിലാക്കി വായിച്ചേടി. പറ 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 എന്നിട്ട് അങ്ങ് വായിച്ചോ. വായിക്കാൻ പറഞ്ഞാൽ അങ്ങ് വായിക്കും. ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ മിഴുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്യും. ആ ഇവിടെ ഉണ്ടേ. ഓ ഉണ്ടല്ലോ, അത് തന്നെ സമാധാനം. നീ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക്. എടി ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേ. ഇത് എങ്ങനെയുണ്ട് നോക്ക്. നോക്ക്. വില കണ്ടോ? 980 രൂപ. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ എന്റെ കർത്താവേ, സമാധാനമായി. ഇപ്പോഴെങ്കിലും ഞാൻ എടുത്തൊരു സാധനം നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അതിന് നിങ്ങൾ എനിക്ക് നല്ലതൊന്നും എടുത്ത് തന്നിട്ടില്ലല്ലോ. ഇനി നിന്റെ അമ്മൂമ്മയ്ക്കും കൂടെ ഇഷ്ടപ്പെടണം. പിന്നെ അമ്മൂമ്മയുടെ ഇഷ്ടം നോക്കണ എന്തിനാ ഞാനല്ലേ കൊടുക്കണത്? തങ്കം, ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണ്. നാളെ അമ്മയുടെ പിറന്നാളല്ലേടി, അതിന് അമ്മയ്ക്ക് കൊടുക്കാൻ മേടിച്ചാണ്. അമ്മയുടെ പിറന്നാളാണെങ്കിൽ അമ്മയ്ക്ക് വേറെ മേടിച്ചു കൊടുക്കും, ഞാൻ തരൂല. എടി ഇത് 980 രൂപ. എന്റെ ലാപ്പാട് 1000 രൂപ ഉണ്ടായിരുന്നു, അതിന് ഞാൻ മേടിച്ചാണ്. നിനക്കിനി പിന്നെ മേടിക്കാം. നീ വന്ന് പഠിച്ച മോളെ. കഷ്ടമുണ്ട് ക്ലീറ്റോ, കഷ്ടമുണ്ട് ക്ലീറ്റോ. എപ്പോഴും നിങ്ങൾ ഓരോന്ന് നാശിപ്പിച്ചിട്ട് അത് നടത്തി തരൂല. എടി കൊച്ചു നോക്കണം. അതെ, ഇത് അമ്മയ്ക്ക് കൊടുത്താലും ഇത് നിനക്കുള്ളത് തന്നെയാണ്. അമ്മയ്ക്ക് കൊടുക്കണത് എനിക്കൊന്നും കിട്ടുമല്ലേ? ഓ ഇങ്ങനെ ഒരു മരക്കഴുത. ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേൾക്കൂ. നീ ഇല്ല പറയുന്ന കേക്ക്. അതെ, നമ്മൾ രണ്ടാളും കൂടെ നേരെ ഇത് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മയ്ക്ക് കൊടുത്തിട്ട് നീ ഇതാ ഇപ്പം ഇരുന്ന് കരയുന്നില്ലേ, ഇതുപോലെ അമ്മയുടെ മുമ്പ് നിന്നിട്ട് കരയണം. അമ്മ, അമ്മയുടെ നല്ലൊരു പിറന്നാളായിട്ട് ഈ ക്ലീറ്റോ എനിക്ക് ഒരു വകയും മേടിച്ചെന്നില്ല അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറയും, ആണോടാ ക്ലീറ്റോ, നീ അത് കഴിച്ചു തൊട്ട് ശരിയായില്ല. ഒരു കാര്യം ചെയ്യ്, എനിക്ക് കരക മേടിച്ച് തന്നുകൊണ്ട് അത് ഞാൻ എടുത്തോളാം. തങ്കം, ഇത് നീ അങ്ങ് എടുത്ത് കൊടുത്തോ കേട്ടാ എന്ന് പറഞ്ഞ് അമ്മ പറയും. പിന്നെ നിൻ്റെ കരച്ചിലിൻ്റെ ബലം പോലെ ഇരിക്കും. അമ്മ ചിലപ്പോൾ മനസ്സലിഞ്ഞ് നമ്മുടെ കൊച്ചിനും വല്ലതും എടുക്കാനുള്ള കാശ് തരും. അങ്ങനെയുണ്ട്. ഞാനേ ബുദ്ധി പ്രയോഗിക്കാഞ്ഞിട്ടാ. അങ്ങോട്ട് കൂടും അമ്മയ്ക്ക്. എടാ ഞാനാണ്. പിന്നെ നാളെ എൻ്റെ ജന്മനാളാണ്, നിനക്ക് ഓർമ്മയുണ്ടോ എന്തോ എനിക്കറിഞ്ഞൂടെ. എന്തായാലും നീ നാളെ ഇങ്ങ് വരണം കേട്ടാ. ഉച്ചയ്ക്ക് ഉണ്ടാൻ നേരത്തെ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ആ വരാന്ന് പറഞ്ഞ അമ്മ. അമ്മ ഹാപ്പി ബർത്ത്ഡേ. ജന്മദിനാശംസകളമ്മ. പിള്ളേരെ നാളെയല്ലേ ജന്മനാള്? അതൊക്കെ എനിക്കറിയാം. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇച്ചിരി അഡ്വാൻസ്ഡാ. ഇഷ്ടപ്പെട്ട് അമ്മ 980 രൂപയായി. അയ്യോ എന്തിനാടാ ഈ കാശില്ലാത്ത സമയത്ത് ഇത്രയും വില കൊടുത്തത് വാങ്ങിക്കാൻ? കാശൊക്കെ ഇന്ന് വരും നാളെ പോ, അതും നോക്കില്ല. അമ്മ സന്തോഷമായിട്ട് ഇത് കൊടുക്കണം, അത്ര. ഇത് കസവ് ഒറിജിനൽ അല്ല.
കൊച്ചെ നിനക്ക് കസവിനെ കുറിച്ച് വല്ല അറിയാമോ? പിന്നെ എനിക്കറിയാം. ഇത് ബാലരാമപുരം കൈത്തറിന്ന് ബാലകാലത്ത് ഞാൻ പോയി മേടിച്ചാണ്. ആ ഇത് കൊള്ളില്ലമ്മ. ഇതേ 1450 രൂപ വരെയുള്ള സാധനം. അല്ലടാ, ഇത് നല്ല ഒറിജിനൽ ഇല്ല, കസവല്ലേ? ഇത് ദേ, ഇത് പിടിച്ചു നോക്ക്. പറ്റിച്ചാ. അളിയാ കസവിനെ കുറിച്ച് ആളിനെ വല്ല അറിയാമോ? എന്റെ അപ്പച്ചൻ പണ്ട് ഇത് കച്ചവടമായിരുന്നു ഇതിന്റെ. അതെ, 1800 രൂപ കൊടുത്തിട്ട് ഞാനിവിടെ അമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 ആയിരിക്കും. ഇതുപോലത്തെ 2 അല്ല, ഇതുപോലത്തെ 1 എന്നാ അളിയനെ പറ്റിച്ച് ഇതേ വിലക്കുള്ള സാധനം തന്നെ അളിയന് 1800 രൂപ മേടിച്ചത്. അളിയ ഈ സാധനം വാങ്ങിക്കുമ്പോ അതൊക്കെ പിടിച്ചു നോക്കണം കേട്ടാ. അതെ, നീ ഉടുക്കൊന്നും വേണ്ട, നിനക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതല്ല, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും എങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറയാനൊന്നുമില്ല, ഇത് നല്ല സാധനം തന്നെയാണ്. പിന്നെ കൊള്ളാല്ലേ അമ്മേ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മേ ഇങ്ങോട്ട് നോക്ക്, നാളെ അമ്പലത്തിൽ പോകുമ്പോ ഇത് കൊടുക്കോ? ഞാനെന്താ കൊടുക്കാലോ? ഇത് കൊടുക്കട്ടെടാ. അമ്പലത്തിൽ പോകുമ്പോ അത് കൊടുക്കണ്ടമ്മ. ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന നല്ല കസവിന്റെ മുണ്ടെടുത്തിട്ട് പോ. അല്ലാണ്ട് ഈ കസവിന്റെ മുണ്ടൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കൂലേ? നിനക്ക് വിഷമം ഉണ്ടാടി, ഞാൻ അത് കൊടുക്കട്ടെ. എന്നാ പിന്നെ കുഴപ്പമില്ല അമ്മേ. അല്ല, നീ എനിക്ക് കൊണ്ടുവന്നതല്ലേ, എവിടെ നിർത്തി ഞാൻ നോക്കട്ടെ. അല്ലമ്മേ, അവൻ മേടിച്ചത് കൊടുത്തോ? ഒന്ന് നിർത്തടി. അല്ലെങ്കിലും മോളുടെ അമ്മയ്ക്ക് തീരെ സ്നേഹമില്ല, എനിക്കറിയാം. ഇനി എന്തിനാ അതൊക്കെ പറയണേ ക്ലീറ്റോ? നമുക്ക് കാശില്ലാത്തതുകൊണ്ട് നമ്മളോട് അങ്ങനെ പെരുമാറും, സാരമില്ല. അമ്മ അത് തന്നെ, അത് അവിടെ കൊടുക്കാൻ കൊണ്ടുപോക്കതി. എനിക്ക് കൊണ്ടുവന്നതല്ലേ അത് എന്റെ കയ്യിൽ. അളിയാ, അവർക്ക് അങ്ങനെ പിടിവാശിയൊന്നുമില്ല അളിയനെ പോലെ. അങ്ങനെ ഇത് തന്നെ കൊടുക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, മക്കളെ വിഷമിക്കണ്ട. എവിടെ നേരെ വെളുത്തത്തോട് ഇവിടെ കരച്ചിലും നല്ല വിളിയാണ്. അവക്കൊന്നും എടുത്തില്ലെന്നും പറഞ്ഞ് എനിക്ക് സെറ്റ് മുണ്ടും വാങ്ങിച്ചു തന്ന്, അവനൊരു ഷർട്ട് എടുത്ത്, കൊച്ചിന് ഫ്രാക്ക് എടുത്ത്, എനിക്കൊന്നും തന്നില്ലേ എന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് അവർക്ക് ഞാൻ കൊടുത്തേക്കാം. അതെ, അത് അവൾ ഉദ്ദേശിച്ച വിലക്കുള്ള സാധനമല്ല. അതുമല്ല കുറെ കുറ്റം പറഞ്ഞത് വെറുതെ എന്തിനാണ് കൊടുക്കുന്നത്? അതൊന്നും കുഴപ്പമില്ല. അമ്മ എനിക്ക് തന്നതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മേ. ഇത് കൊള്ളൂലടി. ഇത് വെറും 450 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം എന്തിനാണിത്? എന്നാലും അമ്മയുടെ സന്തോഷമല്ലേ നമ്മൾ നോക്കണ്ടേ? വിലയൊക്കെ 980 തന്നെ. പിന്നെ അവള് കുറെ കുറ്റം പറഞ്ഞ അവൾക്ക് ഇഷ്ടപ്പെടാതെ എന്തിനാണ് വെറുതെ? മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കൊടുക്കരുത്. അമ്മ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അമ്മ എനിക്ക് തരുന്നതേ ദൈവം തരുന്ന പോലെ. അതാണ് എന്റെ മരുമകളാണ് ഇവള്. അമ്മ നാളെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് ഉടുക്കും. പോരെ അമ്മേ? മതി മക്കളെ. പക്ഷെ അതിന്റെ കസവ് ഒട്ടും കൊള്ളൂല. അതെ, നാഥുവിന് അറിഞ്ഞൂടെ? ഒരു സാരി മേടിച്ച ഞാൻ ഒറ്റ തവണയല്ലേ ഉടുക്കാറുള്ളൂ. ഒരു തവണയൊക്കെ ഇത് ഉടുക്കാം അല്ലേ ഏട്ടാ? ഒരു തവണ കൊടുക്കാനൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തുടപ്പിനെടുക്കുക. വേണ്ട, നമുക്ക് ഇത് തിരുത്തുണിയാക്കാം. 980 രൂപയുടെ സാധനം വാങ്ങിച്ച് ഒരു ദിവസം എടുത്തിട്ട് കളയാന്നൊക്കെ പറഞ്ഞ അഹങ്കാരമാണ് കേട്ടോ. പിന്നെ സദ്യ എവിടെ വെച്ച് നടത്തണം? സദ്യ കൊടുത്തു. ഇവിടെ വെച്ച്. അത് മതി, അത് മതി. എന്നാ അവരും കൂടി വന്നാ മതിയല്ലോ. എന്നാ അങ്ങനെ ആയിക്കോളെ. അല്ലെങ്കിൽ അത് വേണ്ടമ്മ. ഇപ്പൊ മുണ്ടും നേരിയത് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണല്ലോ അമ്മ നാളെ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ അത് പറഞ്ഞതിന് അവൾക്കൊരു വിഷമായിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സദ്യ നമുക്ക് അവളുടെ വീട്ടിൽ വെച്ച് നടത്താം. നമുക്ക് അങ്ങോട്ട് ചെന്നാ മതിയല്ലോ കഴിക്കാറാകുമ്പോഴത്തിന്. അതായാലും മതി. അല്ല നങ്ക, അതല്ലേ നല്ലത്. എന്താ ക്ലീറ്റോ ഒന്നും ഉണ്ടാത്ത? കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോയാ, പിന്നെ വാക്കുകൾ കിട്ടുന്നില്ലേ? അല്ല, ഞാനേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്ന വില അന്വേഷിച്ചപ്പോൾ മാർക്കറ്റിൽ എല്ലാം വില കൂടി. എന്റെ കണക്കൂട്ടിലാകെ തെറ്റി. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്താ ചോറ് ഒരു സ്ഥലത്ത് വയ്ക്കാം, ഒരു കൂട്ടര് കറി വെക്കും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് തീരുമാനിക്കുക ആര് വെക്കണം എന്നുള്ളത്. അതിന് വേണ്ടി ഇനി ഒരു സംസാരം ഉണ്ടാവരുത്. ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ എനിക്കൊന്ന് കിടക്കണം. എന്താണ് ചോറ് വെക്കാം. ചോറ് നമ്മൾ വെക്കോ? എന്നാ പിന്നെ കറി വരും വെക്കട്ടെ കേട്ടാ. കറി നിങ്ങൾ വെച്ചോ, ഞങ്ങൾ വെക്കാം. അതുപോലെ നാഥനെ എന്താ നിനക്കൊരു പരവേശം? ഓക്കെ, ഈയിടെയായിട്ട് ഇച്ചിരി പ്രഷർ കൂടുതലാണ്. അയ്യോ ആണോടി? എന്നാ നോക്കണം. ഹോസ്പിറ്റലിൽ പോണോ? പിന്നെന്താ? നീ പോയി കിടക്ക്. നാഥനെ ഇതിനേത് ബ്ലൗസ് ഇടും? ഇത് ശരിക്കും നിനക്ക് ചേരില്ല, നീ ഇച്ചിരി കളറെല്ലാം ഉണ്ട്. അത് ശരിയാ, ഞാൻ പറയാതിരിക്കുമായിരുന്നു. ഏയ് കുഴപ്പമൊന്നുമില്ല, ഒരിടലിനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ പുതിയ ബ്ലൗസ് മേടിക്കണോ? വേണ്ട, നിന്റെ മറ്റേ ഗ്ലാസ് ഒക്കെ ഉള്ളതില്ലേ ഇവിടെ, ഗ്ലാസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. വയലറ്റ് കളർ അതെ, മനസ്സിന് ഇഷ്ടപ്പെടാതെ ഇത് ഇവിടുത്തെ ഒരു ഭംഗിയും കാണൂല കേട്ടോ കാണാൻ. എനിക്ക് അമ്മയുടെ സന്തോഷം വലുത്. ഇനിയിപ്പോ ഒരു ഇത്തിരി ഭംഗി കുറവായ കുഴപ്പമൊന്നുമില്ല. ഇവളല്ലേ Versus Alien.